മെജസ്റ്റിക് അക്കാദമിയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് അതുപോലെ ബാലൻസ് ഷീറ്റ് ഇതിനെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഒരു പ്രോബ്ലം ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് അതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റും തന്നാൽ അത് വെച്ചിട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ചോദ്യം. ഫോളോയിങ് ഇസ് ദ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഓഫ് മെജസ്റ്റിക് ക്ലബ് കാലിക്കറ്റ് ഫോർ ദി ഇയർ എൻഡിങ് 31 ഡിസംബർ 2013. 2013 ഡിസംബർ 31 പ്രകാരമുള്ള റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് നമുക്ക് തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ താഴെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പറയുകയാണ് പ്രിപ്പയർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡഡ് 31 ഡിസംബർ 2013 ആൻഡ് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ ദാറ്റ് ഡേറ്റ് after depreciating furniture by 10% and sports equipments by 20%. ഈ വിവരങ്ങളെല്ലാം വെച്ചിട്ട് 2013 ഡിസംബർ 31 പ്രകാരമുള്ള ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഉണ്ടാക്കാനാണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്ന കാര്യങ്ങൾ അഥവാ ഈ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിന് താഴെ തന്നിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദി എൻഡ് ഓഫ് 2012 were 4,500 and at the end of 2013 were 6,500. അഥവാ സബ്സ്ക്രിപ്ഷൻ 2012 ഔട്ട്സ്റ്റാൻഡിങ് 4,500 ഉണ്ടായിരുന്നു, 2013 6,500 ഉണ്ടായിരുന്നു. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഏത് വർഷത്തിലാണ് നമ്മൾ ഈ ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ ഓർമ്മയിൽ ഉണ്ടാവണം. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് ഏതാണ് ഔട്ട്സ്റ്റാൻഡിങ് ഉള്ളത്, കറൻറ്റ് ഇയറിൽ ഔട്ട്സ്റ്റാൻഡിങ് ഉള്ളത് ഏത്, പ്രീവിയസ് ഇയറിൽ ഏത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ സാലറീസ് ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദി എൻഡ് ഓഫ് 2012 ആൻഡ് അറ്റ് ദി എൻഡ് ഓഫ് 2013 വേർ 2,500 ആൻഡ് 4,000 റെസ്പെക്റ്റീവ്ലി. സാലറി 2012 അവസാനത്തിൽ എത്രയുണ്ടായിരുന്നു? 2,500, 2013 4,000 ഉണ്ടായിരുന്നു. അതുപോലെ on 31st December 2012 the club had investment worth 20,000, furniture 12,000 and sports equipment valued at 40,000. 2012 ഡിസംബറിൽ അഥവാ ഓപ്പണിംഗ് ഡേറ്റ്, നമ്മുടെ ഈ അക്കൗണ്ടിങ് ഇയറിൻ്റെ ഓപ്പണിംഗ് ഡേറ്റിൽ ഈ ക്ലബിന് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് 20,000 രൂപ ഉണ്ടായിരുന്നു, ഫർണിച്ചറായിട്ട് 12,000 രൂപയും സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് ആയിട്ട് 40,000 രൂപയും ഉണ്ടായിരുന്നു എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് ഓപ്പണിംഗ് ഡേറ്റിലുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഓപ്പണിംഗ് ഡേറ്റിലുള്ള ഇൻഫർമേഷൻ നമുക്ക് ക്യാപിറ്റൽ ഫണ്ട് കണ്ടുപിടിക്കാൻ ആവശ്യമായ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കാൻ അത് സഹായിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ബാക്കി ഓരോ ഐറ്റം നമുക്ക് എങ്ങനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് പ്രോബ്ലത്തിലൂടെ മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ചോദ്യം എല്ലാവരും കണ്ടിട്ടുണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു. ആ ഒരു ചോദ്യത്തിൽ നമ്മോട് പറഞ്ഞിട്ടുള്ളത് 2013 പ്രകാരമുള്ള ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യാനാണ് അല്ലേ. ഈ ഒരു ചോദ്യത്തിൽ നമുക്കറിയാം ക്യാപിറ്റൽ ഫണ്ട് നമ്മൾ കണ്ടുപിടിക്കണം. ക്യാപിറ്റൽ ഫണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം ആദ്യം എന്ത് ചെയ്യണം? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് അതുപോലെ തന്നെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ആൻഡ് ഫൈനൽ ബാലൻസ് ഷീറ്റ് ഇത്രയും കാര്യങ്ങളാണ് ഈ ചോദ്യത്തിൽ നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എങ്ങനെ ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് അല്ലേ. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർ ദി ഇയർ 31 ഡിസംബർ 2013 പ്രകാരമുള്ള 2013 31 ഡിസംബർ പ്രകാരമുള്ള ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടാണ് ചെയ്യേണ്ടത്. നമുക്കൊരു ഫോർമാറ്റ് അറിയാം. എക്സ്പെൻഡിച്ചർ എമൗണ്ട്, ഇൻകം എമൗണ്ട് അല്ലേ. അഥവാ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റും തന്നിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ റവന്യൂ നാച്ചുറുള്ള ഐറ്റംസ് മാത്രമേ വരുള്ളൂ. നമ്മൾ തന്നിരിക്കുന്ന റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ റവന്യൂ ഐറ്റംസ് ഉണ്ടാവും, അതുപോലെ തന്നെ ക്യാപിറ്റൽ നാച്ചറും ഉണ്ടാവും. അഥവാ നമുക്കിവിടെ റവന്യൂ എക്സ്പെൻഡിച്ചറും ഇവിടെ റവന്യൂ ഇൻകവും മാത്രമേ വരുള്ളൂ. അപ്പോൾ ആദ്യം അത് ശ്രദ്ധിക്കുക. റവന്യൂ നാച്ചർ മാത്രമേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഉണ്ടാവുകയുള്ളൂ എന്ന് ശ്രദ്ധിക്കുക. മറ്റൊന്ന്, ഓരോ ഐറ്റം എഴുതുമ്പോഴും അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ചോദ്യത്തിൽ തന്നിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് നമ്മൾ പരിശോധിക്കണം. തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞതിന് ശേഷമേ നമ്മളിവിടെ എഴുതാൻ പറ്റുകയുള്ളൂ, അഥവാ ഔട്ടർ കോളത്തിലേക്ക് നമ്മൾ എഴുതുകയുള്ളൂ. ഓക്കെ, നമുക്ക് ആദ്യത്തെ ഐറ്റം നോക്കാം. അഥവാ ആദ്യം നമ്മൾ എക്സ്പെൻഡിച്ചർ സൈഡാണ് എഴുതുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ പേയ്മെൻറ്റ് സൈഡിലുണ്ടാവും എന്തൊക്കെയാണോ ഇവിടെ വേണ്ട ചിലവുകൾ ഏതൊക്കെയാണെന്നുള്ളത്. ഒന്നാമത്തേൽ പറയുന്നത് റെൻ്റാണ്. റെൻറ്റിനെ കുറിച്ച് പ്രത്യേകിച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും ചോദ്യത്തിൽ തന്നിട്ടുണ്ടോ ഇല്ലയെന്ന് നോക്കുക.
റെൻറ്റിനെ കുറിച്ച് പ്രത്യേകിച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ക്വസ്റ്റ്യനിലൊന്നും തന്നിട്ടില്ല. എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റെൻറ്റ് ഇവിടെ എഴുതാം. റെൻറ്റിൻ്റെ തുക 10,500 റെൻറ്റിൻ്റെ തുക 10,500 കാരണം അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും തന്നിട്ടില്ല. എങ്കിൽ അടുത്തായിട്ട് നോക്കാം. അടുത്തത് നമുക്ക് തന്നിട്ടുള്ളത് സാലറീസ് ആണ്. സാലറീസ് നമുക്ക് എഴുതാം, പക്ഷെ സാലറിനെ കുറിച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ആദ്യം നമുക്ക് സാലറീസ് എന്ന് ഇവിടെ എഴുതാം. സാലറീസ് അതിൻ്റെ എമൗണ്ട് 25,000 സാലറി തന്നിട്ട് 25,000. അപ്പോൾ നമ്മൾ ഇന്നർ കോളത്തിൽ എന്ത് ചെയ്യാം, സാലറീസ് എന്ന് എഴുതുക. അതിൻ്റെ എമൗണ്ട് ഇന്നർ കോളത്തിൽ എഴുതുക, കാരണം സാലറിയെ കുറിച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. സാലറീസ് ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദി എൻഡ് ഓഫ് 2012 ആൻഡ് അറ്റ് ദി എൻഡ് ഓഫ് 2013 were 2,500 and 4,000 respectively. അഥവാ 2002 അവസാനിക്കുന്ന സമയത്തുള്ള ഔട്ട്സ്റ്റാൻഡിങ് 2,500 2013 അവസാനിക്കുന്ന സമയത്ത് സാലറി ഔട്ട്സ്റ്റാൻഡിങ് 4,000 ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് 2013 പ്രകാരമുള്ളതാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ 2013 ഡിസംബറിൽ 2013 ക്ലോസ് ചെയ്യുമ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വർഷത്തേതാണ്. അതുകൊണ്ട് ഈ വർഷത്തെ സാലറിയിലേക്ക് അത് ആഡ് ചെയ്യണം. പക്ഷെ 2012 ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടെന്ന് പറയുമ്പോൾ എന്താ, ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടെന്ന് പറയുമ്പോൾ തൊട്ട് മുമ്പത്തെ വർഷത്താണ് അല്ല, പ്രീവിയസ് ഇയർത്താണ്. സോ അത് നമ്മൾ ഡിഡക്റ്റ് ചെയ്യണം. നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, സാലറീസ് ആഡ് 2013 അഥവാ ഔട്ട്സ്റ്റാൻഡിങ് ആണ് ആഡ് ചെയ്യുന്നത്. 2013 ഔട്ട്സ്റ്റാൻഡിങ്ങിൽ 4,000 അല്ലേ. അപ്പോൾ നമുക്ക് ആ 4,000 നമ്മൾ ആഡ് ചെയ്യാം. 4,000 ആഡ് ചെയ്യുന്നു. അപ്പം കൂടെ 29,000 കിട്ടുന്നു. ഇനി ലെസ്, എന്താണ് ലെസ് ചെയ്യാനുള്ളത്, 2012 അഥവാ പ്രീവിയസ് ഇയർ നമുക്ക് ലെസ് ചെയ്യണം അല്ലേ. അപ്പോൾ ലെസ് 2,500. 29,000 2,500 ലെസ് ചെയ്ത് എത്ര ഉണ്ടാവും, 26,500 ഉണ്ടാവും. 26,500. ഓക്കെ, 26,500 ഉണ്ടാവും സാലറിയുടെ ഈ വർഷത്തെ തുക. അടുത്തത് സൺട്രി എക്സ്പെൻസ് ആണ്. സൺട്രി എക്സ്പെൻസിനെ കുറിച്ച് അഡ്ജസ്റ്റ്മെൻറ്റും തോന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് നേരിട്ട് എന്ത് ചെയ്താം, സൺട്രി എക്സ്പെൻസ് ഇവിടെ എഴുതാം. സൺട്രി എക്സ്പെൻസസ് 3,500 ആണ് സൺട്രി എക്സ്പെൻസിൻ്റെ തുക തന്നിട്ടില്ല. അപ്പോൾ സൺട്രി എക്സ്പെൻസ് നമുക്ക് 3,500 ഇവിടെ ഔട്ടർ കോളത്തിൽ എഴുതാം, 3,500. ഓക്കെ, അടുത്ത ഐറ്റം ഇൻവെസ്റ്റ്മെൻറ്റ് പർച്ചേസർ ആണ്. 25,000 ഇൻവെസ്റ്റ്മെൻറ്റ് പർച്ചേസ്ഡ്. ഇൻവെസ്റ്റ്മെൻറ്റ് പർച്ചേസ് നമുക്കൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്, അല്ലെങ്കിൽ ഒരു അസറ്റ് ആയിട്ട് നമുക്ക് കാണാം അല്ലേ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ് ഇൻവെസ്റ്റ്മെൻറ്റ് പർച്ചേസർ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ അത് ക്യാപിറ്റൽ നാച്ചർ ആയതുകൊണ്ട് നമ്മൾ ബാലൻസ് ഷീറ്റിലാണ് കാണിക്കുക. നമുക്കറിയാം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ റവന്യൂ ഐറ്റംസ് മാത്രമേ കാണിക്കുള്ളൂ. അതുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് പർച്ചേസർ ഇവിടെ കാണിക്കുകയില്ല, അത് ബാലൻസ് ഷീറ്റിലാണ് കാണിക്കുക. ന്യൂസ് പേപ്പറുമായി ബന്ധപ്പെട്ട ചെലവുകൾ. സോ ന്യൂസ് പേപ്പർ നമുക്ക് ഇത് റവന്യൂ ഐറ്റം ആയതുകൊണ്ട് ഇവിടെ ഇതാ ന്യൂസ് പേപ്പർ. അടുത്ത നല്ല സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് ആണ്. സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് അഥവാ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് 30/6 സ്പോർട്സ് എക്യുപ്മെൻറ്റ് വാങ്ങിയതിട്ട് കാണിക്കുന്നുണ്ട്. സ്പോർട്സ് എക്യുപ്മെൻറ്റ് നമുക്കൊരു അസറ്റാണ്. അസറ്റ് ബാലൻസ് ഷീറ്റിലാണ് കാണിക്കുക. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യും, ബാലൻസ് ഷീറ്റിലാണ് കാണിക്കേണ്ടത്. അപ്പോൾ ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് എക്സ്പെൻഡിച്ചർ സൈഡിൽ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൻ്റെ പേയ്മെൻറ്റ് സൈഡ് നോക്കിയിട്ട് എക്സ്പെൻഡിച്ചർ സൈഡിലേക്ക് ഇത്രയും ഐറ്റംസ് ആണ് ഉള്ളത്. റെൻ്റ് ഉണ്ട്, സാലറീസ്, സൺട്രി എക്സ്പെൻസ്, ന്യൂസ് പേപ്പർ, ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഇനി നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, എക്സ്പെൻഡിച്ചർ സൈഡ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ ഉള്ള റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ ഉള്ള ഓരോ കാര്യവും ഇവിടെ എഴുതിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം അഡ്ജസ്റ്റ്മെൻ്റ് ഒന്ന് നോക്കുക. കാരണം അഡ്ജസ്റ്റ്മെൻറ്റിൽ പക്ഷേ ഡിപ്രീസിയേഷൻ തരാൻ സാധ്യതയുണ്ട്. ആ ഡിപ്രീസിയേഷൻ വിട്ടു പോകരുത്. നമ്മൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് മാത്രം നോക്കി കഴിഞ്ഞാൽ ഡിപ്രീസിയേഷനിൽ കാണാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഡിപ്രീസിയേഷൻ ഉണ്ടോ എന്നുള്ളത് നോക്കണം. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഡിപ്രീസിയേഷൻ ഉണ്ട് അല്ലേ. ഡിപ്രീസിയേഷൻ ഫർണിച്ചർ 10%, അതുപോലെ തന്നെ സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് 20% ഡിപ്രീസിയേഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിപ്രീസിയേഷൻ നോക്കണം. അപ്പം ആദ്യം നമ്മൾ ഫർണിച്ചറിൻ്റെ തുക എടുക്കാം. ഫർണിച്ചറിൻ്റെ തുക എത്ര, 12,000 ഫർണിച്ചറിൻ്റെ തുകയുണ്ട്. അതിൻ്റെ 10% എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും, 1,200 അല്ലേ. നമുക്ക് ഇവിടെ ഡിപ്രീസിയേഷൻ എന്ന് എഴുതാം. ഡിപ്രീസിയേഷൻ
ഡിപ്രീസിയേഷൻ ആദ്യം ഫർണിച്ചർ എത്ര 10% അല്ലേ? ഫർണിച്ചറിൻ്റെ തുക 12,000 ആണ്. 12,000 10% 1,200. ഇനി അടുത്ത എന്താ? സ്പോർട്സ് എക്യുപ്മെൻസിൻ്റെ എങ്ങനെ നോക്കാം. സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് എടുക്കുമ്പോൾ ഒന്ന് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് ആക്കുമ്പോൾ നമുക്കൊരു തുക തന്നിട്ടുണ്ട് 30,000 തന്നിട്ടുണ്ട് അല്ലേ? ആ 30,000 പ്രത്യേകത എന്താ? 36 എന്നാണ് അതിൽ കാണിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? ആ വർഷത്തിൻ്റെ പകുതി ആയ സമയത്താണ് അത് വാങ്ങിയിട്ടുള്ളതെന്നാണ്. അതിൻ്റെ അർത്ഥം ആ വർഷത്തിൻ്റെ പകുതി സമയത്താണ് വാങ്ങിയതെന്ന് പറഞ്ഞാൽ അത് വാങ്ങിയത് മുതൽ ആ അക്കൗണ്ടിങ് ഇയർ എന്നാണോ ക്ലോസ് ചെയ്യുന്നത് അത്രയും സമയം അത് ഉപയോഗിച്ചിട്ടുള്ളൂ എന്നല്ലേ? ആ വർഷത്തെ മുഴുവൻ അത് ഉപയോഗിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഡിപ്രീസിയേഷൻ കാണുമ്പോൾ നമ്മൾ 6 മാസത്തേക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. കാരണം അത് വാങ്ങിയത് മുതൽ അക്കൗണ്ട് ഇയർ ക്ലോസ് ചെയ്യുന്ന വരെ 6 മാസം അത് ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ 30,000 ഉണ്ട് അല്ലേ? ഡിപ്രീസിയേഷൻ സ്പോർട്സ് എക്യുപ്മെൻറ്റ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിലുള്ള സ്പോർട്സ് എക്യുപ്മെൻറ്റ് ഡിപ്രീസിയേഷൻ നമുക്ക് എങ്ങനെ കാണാൻ നോക്കുക. 30,000 ആണുള്ളത്. അതിൻ്റെ 20% ആണ് പറഞ്ഞിട്ടുള്ളത്. 20% എത്ര ഉണ്ടാവും? 6,000 ഉണ്ടാവും. 20% നമ്മൾ എടുക്കുകയാണെങ്കിൽ 6,000 ഉണ്ടാവും. പക്ഷേ അത് എത്ര മാസത്തേക്കാണ് പറഞ്ഞിട്ടുള്ളത്? 6 മാസത്തേക്ക്. സോ 6,000 × 6/12 അങ്ങനെ ചെയ്ത് നമുക്ക് വീണ്ടും നേരെ പകുതി കിട്ടും. അപ്പോൾ 3,000 രൂപയാണ് കിട്ടുക. അപ്പോൾ മനസ്സിലാക്കി, റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിലുള്ള തന്നിരിക്കുന്ന 30,000 രൂപയുടെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് എത്രയേ ഉള്ളൂ? നമുക്ക് എത്ര കിട്ടുന്നത്? 3,000 രൂപയാണ് കിട്ടുന്നത്. എങ്ങനെ കിട്ടുമെന്ന് മനസ്സിലായില്ലേ? ടോട്ടൽ തുക എന്ന് പറയുന്നത് 30,000 ടോട്ടൽ തുക ഉണ്ട് ഇൻറ്റു 20% ആണ്. 20% കാണുമ്പോൾ അതിന് നമുക്ക് കിട്ടുക ഇൻറ്റു 6/12. എന്തുകൊണ്ടാണ് 6 മാസത്തെ ഉപയോഗിച്ചിട്ടുള്ളത്? അങ്ങനെ ചെയ്തു വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് 30,000ൻ്റെ 20% നമുക്ക് 6,000 ഉണ്ടാവും. അതിനെ 6/12 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3,000 ആണ് കിട്ടുക. ഓക്കെ, ഡിപ്രീസിയേഷൻ അവിടെ കൊണ്ട് അവസാനിച്ചിട്ടില്ല. ഇനി അഡ്ജസ്റ്റ്മെൻറ്റിൽ സ്പോർട്സ് എക്യുപ്മെൻറ്റ്സിന് തുക എത്ര ഉണ്ട്? 40,000 ഉണ്ട്. 40,000 ഉണ്ട് അല്ലേ? ഈ 40,000 എന്ന് പറഞ്ഞാൽ ആ വർഷം മുഴുവനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്, അഥവാ ആൾറെഡി അവിടെ ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ 20% കാണണം. 40,000ൻ്റെ 20% എത്ര ഉണ്ടാവും? 8,000 അല്ലേ? 8,000 ഉണ്ടാകും. 8,000 ഉണ്ടാവും. അപ്പോൾ ആ ആൾറെഡി ഉള്ള സ്പോർട്സ് എക്യുപ്മെൻറ്റ്സിൻ്റെ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ 8,000 ആണ്. അപ്പോൾ ടോട്ടൽ സ്പോർട്സ് എക്യുപ്മെൻറ്റ്സിൻ്റെ ഡിപ്രീസിയേഷൻ പറഞ്ഞാൽ എത്ര ഉണ്ടാവും? 11,000. ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് 11,000. അതാണ് ഇവിടെ നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ 11,000. അപ്പോൾ നമ്മൾ സ്പോർട്സ് എക്യുപ്മെൻറ്റ്സിൻ്റെ ഡിപ്രീസിയേഷൻ കണ്ടു. ടോട്ടൽ ഡിപ്രീസിയേഷൻ ഫർണിച്ചറിൻ്റെയും സ്പോർട്സ് എക്യുപ്മെൻറ്റ്സിൻ്റെ ആഡ് ചെയ്താൽ എത്ര ഉണ്ടാവും? 12,200. അപ്പോൾ ടോട്ടൽ ഡിപ്രീസിയേഷൻ കിട്ടുന്നത് 12,200. ഓക്കെ, അപ്പോൾ 2,200 ആയിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്? ടോട്ടൽ ഡിപ്രീസിയേഷൻ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സ്പെൻഡിച്ചർ സൈഡ് എല്ലാം എഴുതി കഴിഞ്ഞെങ്കിൽ നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് എന്താ? ഇൻകം സൈഡാണ് ചെയ്യേണ്ടത് അല്ലേ? ഇൻകം സൈഡ് നമ്മൾ എന്ത് ചെയ്യുക? റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഏത് സൈഡിൽ നോക്കുക? റെസിപ്റ്റ് സൈഡിലുള്ള ഓരോ ഐറ്റംസ് നോക്കുക. ഒന്നാമത്തെ വരുന്നത് ബാലൻസ് ബ്രോഡ് ഡൗൺ ആണ്. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് അല്ലെങ്കിൽ ക്യാഷ് ഇൻ ഹാൻഡോ ക്യാഷ് അറ്റ് ബാങ്കോ ഓപ്പണിംഗ് ബാലൻസ് ബ്രോഡ് ഡൗൺ. അത് നമ്മൾ എന്തായാലും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ വരുമോ? വരില്ല. കാരണം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന് ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും ഇല്ല. മാത്രമല്ല ആ ഒരു ബാലൻസ് എന്നുള്ള ക്യാഷ് ബാലൻസ് ആയിരിക്കും അല്ലെങ്കിൽ ബാങ്ക് ബാലൻസ് ആയിരിക്കും. അത് അസറ്റ് ആയതുകൊണ്ട് അത് ബാലൻസ് ഷീറ്റിലാണ് വരിക. ഓക്കെ, അടുത്ത ഒന്ന് സബ്സ്ക്രിപ്ഷൻസ് ആണ്. ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻകം റവന്യൂ സോഴ്സ് ആണ് സബ്സ്ക്രിപ്ഷൻ അല്ലേ? അപ്പോൾ സബ്സ്ക്രിപ്ഷൻ നമുക്ക് എഴുതി നോക്കാം. 57,500 രൂപയാണ് സബ്സ്ക്രിപ്ഷൻ്റെ തുക. അതുമായി ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നർ കോളത്തിലാണ് ആദ്യം അതിൻ്റെ എമൗണ്ട് എഴുതാൻ പറ്റും. നമുക്ക് എഴുതാം സബ്സ്ക്രിപ്ഷൻസ്. $57,500 സബ്സ്ക്രിപ്ഷൻ്റെ തുക. ഇനി എന്താണ് അതിനെക്കുറിച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് തന്നത് നമുക്ക് നോക്കാം. സബ്സ്ക്രിപ്ഷൻ at the end of 2012 is ₹4,500 and at the end of 2013 6,500. അഥവാ
സബ്സ്ക്രിപ്ഷൻ 2013 പ്രകാരം ഔട്ട്സ്റ്റാൻഡിംഗ് ഉള്ളത് 6500 2012 പ്രകാരം ഔട്ട്സ്റ്റാൻഡിംഗ് ഉള്ളത് 4500. കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ 2013 പ്രകാരമുള്ളതാണ് ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പോൾ 2013 ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആ വർഷം 2013 കിട്ടേണ്ടതാണ്. സോ അത് 2013 നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ആഡ് 2013 എത്ര 6500 57,500 6500 ആഡ് എത്ര ഉണ്ടാവും 64,000 അല്ലേ. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 57,500 6500 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഉണ്ടാവും 64,000 അല്ലേ. 64,000. ഓക്കെ, ഇനി എന്ത് ചെയ്യണം 2013 പ്രകാരമുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് നമ്മൾ ആഡ് ചെയ്തു. 2012 ഒരു 4,500 ഉണ്ട്. 2012 ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ 2012 കിട്ടേണ്ടതായിരുന്നു. അത് 2013 റിലേറ്റഡ് അല്ല. സോ നമ്മൾ ലെസ് ചെയ്യണം. ലെസ് 2012 4,500 ആണ് ലെസ് ചെയ്യേണ്ടത്. 4,500 പോയ എത്ര ഉണ്ടാവും 59,500 അല്ലേ. അത് നമ്മൾ നേരെ ഔട്ടർ കോളത്തേക്ക് എഴുതാം 59,500. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ്റെ തുക 2013 പ്രകാരം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കേണ്ട സബ്സ്ക്രിപ്ഷൻ്റെ തുക എത്രയാണ് 59,500 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 59,500 ആണ് അതിൻ്റെ ആൻസർ. അടുത്തത് ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് അല്ലേ, ഒരു ഇൻകം ആണെന്ന് നമുക്കറിയാം. ഇൻട്രസ്റ്റിനെ കുറിച്ച് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ നോക്കുക. ഇൻട്രസ്റ്റിനെ കുറിച്ച് പ്രത്യേകിച്ച് അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ക്വസ്റ്റ്യൻ തരാത്തത് കൊണ്ട് നമുക്ക് നേരിട്ട് അതിൻ്റെ തുക അവിടെ എഴുതാം അല്ലേ. ഇൻട്രസ്റ്റ് 400. ഇനി അടുത്ത് നോക്കുക ഡൊണേഷൻ. ഡൊണേഷൻ നമുക്കറിയാം ഒരു പ്രധാനപ്പെട്ട റവന്യൂ സോഴ്സ് ആണ് അല്ലേ. അതിന് ബ്രാക്കറ്റിൽ കൊടുത്തത് ജനറൽ പർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതിൻ്റെ അർത്ഥം ഏത് ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുക, സ്പെസിഫിക് പർപ്പസ് അല്ല എന്നുള്ളതാണ്. നമുക്കറിയാം ഡൊണേഷൻ സ്പെസിഫിക് പർപ്പസ് ആണെങ്കിൽ അത് ക്യാപിറ്റലൈസ് ചെയ്യണം, ബാലൻസ് ഷീറ്റിലാണ് കാണിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് ജനറൽ പർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഇൻകം സൈഡിൽ വരും. ഓക്കെ, അപ്പോൾ ഡൊണേഷൻ 6,000. ഡൊണേഷൻ 6,000. അടുത്ത് നോക്കൂ ഡൊണേഷൻ ഫോർ ബിൽഡിംഗ് ഫണ്ട് എന്നാണ്. ഇത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് സ്പെസിഫിക് ആണ്. കാരണം ബിൽഡിംഗ് ഫണ്ട് ഇന്ന ആവശ്യത്തിന് കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട്. സ്പെസിഫിക് പർപ്പസിലുള്ള ഡൊണേഷൻ ആണെങ്കിൽ എവിടെ കാണിക്കുക നമ്മളിപ്പോൾ പറഞ്ഞു, എവിടെ ബാലൻസ് ഷീറ്റിലാണ് കാണിക്കുക, അത് ക്യാപിറ്റലൈസ് ചെയ്യണം. അതുകൊണ്ട് തന്നെ അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഉണ്ടാവുകയില്ല. മിസ്സലേനിയസ് റെസിപ്റ്റ് ആണ്. മിസ്സലേനിയസ് റെസിപ്റ്റ് പല വകയായിട്ട് കിട്ടുന്ന വരുമാനം അല്ലേ. മിസ്സലേനിയസ് റെസിപ്റ്റ് അതിനെക്കുറിച്ച് അഡ്ജസ്റ്റ്മെന്റുകളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ മിസ്സലേനിയസ് റെസിപ്റ്റിന്റെ എമൗണ്ട് എത്രയാണെന്ന് നോക്കിയിട്ട് നേരിട്ട് ഇവിടെ എഴുതാം. മിസ്സലേനിയസ് റെസിപ്റ്റ് മിസ്സലേനിയസ് റെസിപ്റ്റ് 620 ആണ് മിസ്സലേനിയസ് റെസിപ്റ്റിന്റെ എമൗണ്ട്. അടുത്ത ഐറ്റം സെയിൽ ഓഫ് ഗ്രാസ് 200. സെയിൽ ഓഫ് ഗ്രാസ് അതും ഒരു റവന്യൂ ആണ്. അതുകൊണ്ട് തന്നെ വേറെ അഡ്ജസ്റ്റ്മെന്റുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നേരിട്ട് നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും. സെയിൽ ഓഫ് ഗ്രാസ്, സെയിൽ ഓഫ് ഗ്രാസ് 200. സെയിൽ ഓഫ് ഗ്രാസ് 200. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻ പ്രകാരമുള്ള റെസിപ്റ്റ് പേയ്മെന്റ് അക്കൗണ്ടിലും അഡ്ജസ്റ്റ്മെന്റിലുള്ള എക്സ്പെൻഡിച്ചർ സൈഡത്തെയും ഇൻകം സൈഡത്തെ എല്ലാ ഐറ്റംസും എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഐറ്റംസും എടുത്ത് കഴിഞ്ഞു എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് ബാലൻസ് ചെയ്യണം അല്ലെ. അതിൻ്റെ റിസൾട്ട് കിട്ടാൻ സർപ്ലസ് ആണോ ഡെഫിസിറ്റ് ആണോ എന്ന് അറിയുന്നതിന് വേണ്ടി എങ്ങനെ ബാലൻസ് ചെയ്യാം നമ്മളിത് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഏത് സൈഡാണ് കൂടുതൽ. ഈ ഒരു റെസിപ്റ്റ് അഥവാ ഇൻകം സൈഡാണ് കൂടുതൽ അല്ലേ. അപ്പോൾ കൂടുതൽ ആ ഒരു കൂടുതലുള്ള ഭാഗം കൂട്ടിയിട്ട് എഴുതാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഇൻകം സൈഡ് കൂട്ടുമ്പോൾ നമുക്ക് വരുന്ന ആൻസർ 66,720 ആണ് കിട്ടുന്നത്. 66,720. അപ്പം കൂടെ എഴുതി വെക്കാം 66,720. 66,720. ഞാൻ നേരെ നമ്മൾ എന്ത് ചെയ്യും അതേ എമൗണ്ട് കുറവുള്ള ഭാഗത്തേക്ക് കൊണ്ടുവരും അല്ലേ. അപ്പോൾ ഇവിടെ ഇത് നമുക്ക് 66,720. ഇനി നമ്മളെന്താ ചെയ്യേണ്ടത് ഇവിടെയുള്ള അല്ലെ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള എല്ലാ എമൗണ്ടും കൂട്ടും. എന്നിട്ട് ഈ 66,720 നിന്ന് കുറക്കും. അഥവാ ഈ തുകയും ഇവിടെയുള്ള മുഴുവൻ തുക തമ്മിലുള്ള വ്യത്യാസം കാണും. അതായിരിക്കും ബാലൻസ് എന്ന് പറയുന്നത്.
അപ്പോൾ നമുക്ക് കൂട്ടി നോക്കിയിട്ട് എത്ര കിട്ടുമെന്ന് നോക്കാം. ഇത് കൂട്ടി നോക്കിയിട്ട് നമുക്ക് കിട്ടുന്നത്, അഥവാ ഈ ടോട്ടലിൽ നിന്ന് ഇവിടെയുള്ള ഓരോന്നും കൂട്ടിയിട്ട് ആ ഒരു വ്യത്യാസം കിട്ടുന്നത് 13,020 നമുക്ക് കിട്ടുന്നത്. 13,020. നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് താഴോട്ട് ഒന്ന് വ്യക്തമായി മനസ്സിലാൻ വേണ്ടി ഇതൊന്ന് താഴോട്ട് എഴുതാം. 66,720 ഒന്ന് വ്യക്തമായി മനസ്സിലാൻ വേണ്ടിയാണ് താഴോട്ട് എഴുതി കേട്ടോ. അപ്പം അതിൻ്റെ 13,020 രൂപയാണ് നമുക്ക് കിട്ടുന്നത്. 13,020 ഇതിൻ്റെ ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് സർപ്ലസ് ആണോ ഡെഫിസിറ്റ് ആണോ? സർപ്ലസ് ആണല്ലോ. എന്തുകൊണ്ടാണ്? ഇൻകം സൈഡ് അല്ലേ, ഈ ഒരു എക്സ്പെൻഡിച്ചർ സൈഡിനേക്കാൾ ഇൻകം സൈഡ് അധികമാണ്. വെൻ ദി ഇൻകം എക്സീഡ് എക്സ്പെൻഡിച്ചർ ഇറ്റ് ഈസ് നോൺ ആസ് എ സർപ്ലസ്. ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് നമുക്ക് എന്ത്, 13,020 എന്താണ്? സർപ്ലസ് ആണ്. സോ സർപ്ലസ് നമുക്ക് കിട്ടിയിരിക്കുന്നത് സർപ്ലസ് ആണ്. 13,020 സർപ്ലസ്. ഇനി ഈ ഒരു സർപ്ലസ് നമ്മൾ എന്താ ചെയ്യാം? ഈ സർപ്ലസ് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുമ്പോൾ, അഥവാ ഫൈനൽ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുമ്പോൾ ക്യാപിറ്റൽ ഫണ്ടിനോട് കൂടി ഈ സർപ്ലസ് നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ പ്രത്യേകം നോട്ട് ചെയ്യാം. ഇനി നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ബാലൻസ് ഷീറ്റാണ് ചെയ്യേണ്ടത് അല്ലേ. ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം, ആദ്യം ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കണം. കാരണം ക്യാപിറ്റൽ ഫണ്ട് തന്നിട്ടില്ല. അപ്പോൾ ആദ്യം നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ഫണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. നമ്മളെ അക്കൗണ്ടിങ് ഇയർ നമുക്കറിയാം 2013 പ്രകാരമുള്ള ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ബാലൻസ് ഷീറ്റാണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2013 എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓപ്പണിംഗ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2012 ആയിരിക്കും അല്ലേ. 2012 ക്ലോസിംഗ് ഡേറ്റ് ആയിരിക്കും 2013 ഓപ്പണിംഗ് ഡേറ്റ്. നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം. അപ്പോൾ നമുക്ക് ഓപ്പണിംഗ് ഡേറ്റ് ബാലൻസ് ഷീറ്റ് അല്ലേ, ബാലൻസ് ഷീറ്റ് ഓൺ 31st December 2012 അല്ലേ. 2012 പ്രകാരമുള്ള ബാലൻസ് ഷീറ്റാണ് നമുക്കിവിടെ ചെയ്യേണ്ടത്. നമുക്കറിയാം ബാലൻസ് ഷീറ്റ് ഇവിടെ ലയബിലിറ്റീസ് വരും. ലയബിലിറ്റീസ്, എമൗണ്ട്, അസെറ്റ്സ്, എമൗണ്ട് അല്ലേ. ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യം 2012 ഓപ്പണിംഗ് ഡേറ്റിലുള്ള ഐറ്റംസ് മാത്രമേ ഇവിടെ വരുള്ളൂ. ഓക്കെ. അപ്പോൾ ആദ്യം നമുക്ക് അസറ്റ് സൈഡ് നോക്കാം. അസറ്റ് സൈഡിൽ ആദ്യം വരുന്നത് എന്തൊക്കെയാണ് വരിക? ഓപ്പണിംഗ് ഡേറ്റിലുള്ള ഐറ്റംസ് മാത്രമേ വരുള്ളൂ അല്ലേ. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അസറ്റ് സൈഡിൽ നിങ്ങൾ എഴുതുമ്പോൾ ഒരു ഐറ്റം ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളെ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ഒരു സാധനമുണ്ട്. ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്. അഥവാ അത് ക്യാഷിൻ്റെയോ ബാങ്കിൻ്റെയോ ഓപ്പണിംഗ് ബാലൻസ് ആണ്. തുടക്കത്തിൽ തന്നതായതുകൊണ്ട് തന്നെ അത് 2012 പ്രകാരമുള്ളത്, അഥവാ ഓപ്പണിംഗ് ഡേറ്റിലെ തുകയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ റെസിപ്റ്റ് സൈഡിൽ ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞ് തന്നിട്ടുള്ള തുക ആദ്യം അസറ്റിൽ എഴുതണം. അപ്പോൾ ആദ്യം നമ്മൾ അത് എഴുതുക, ബാലൻസ് ബ്രോഡർ, അല്ലെങ്കിൽ ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് എഴുതിയാൽ മതി. ക്യാഷ് ഇൻ ഹാൻഡ്, കാരണം ക്യാഷിൻ്റെ തുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ക്യാഷ് ഇൻ ഹാൻഡ് തന്നിട്ടുള്ള തുക നമുക്കറിയാം 3,500. ആ 3,500 നമ്മൾ അതുപോലെ എഴുതി വെക്കുന്നു. ഇനി അടുത്ത എന്താ വരിക? 2012 റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും അസറ്റുകൾ ക്വസ്റ്റ്യൻ ഉണ്ടോ എന്ന് നോക്കാം അല്ലേ. നമുക്ക് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട് അല്ലേ, ഒരു സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്. അതുപോലെ തന്നെ 2012 പ്രകാരം കുറച്ച് അസറ്റുകളും അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് നോക്കാം. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് നമുക്ക് തന്നിട്ടില്ലേ? സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് 2012 ഒരു സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്. അത് 2012 കിട്ടേണ്ടതായിരുന്നു. സോ അത് 2012 അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യേണ്ട ഐറ്റം ആണല്ലോ. എത്ര തുക? 4,500. അപ്പോൾ അത് നമ്മളിവിടെ എഴുതും, സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ്. ഔട്ട്സ്റ്റാൻഡിങ് അഥവാ 2012 സബ്സ്ക്രിപ്ഷൻ എത്ര? 4,500. 2012 പ്രകാരം സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് 4,500 ആണ്. ഇനി നോക്കൂ, നമുക്ക് തന്നിരിക്കുന്ന അഡ്ജസ്റ്റ്മെൻറ്റിൽ കുറച്ച് ഐറ്റംസ് തന്നിട്ടുണ്ടല്ലേ, അസറ്റുകൾ. ഫർണിച്ചർ ഉണ്ട്, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്.
അപ്പോൾ ആ ഓപ്പണിംഗ് ഡേറ്റിലുള്ള ഫർണിച്ചറും ഇൻവെസ്റ്റ്മെൻറ്റും നമ്മളിവിടെ എഴുതണം. അപ്പോൾ ആദ്യം നമുക്ക് ഫർണിച്ചർ എഴുതാം. എത്രയാണ് ഓപ്പണിംഗ് ഡേറ്റിലുള്ള ഫർണിച്ചറിൻ്റെ തുക എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഫർണിച്ചറിൻ്റെ തുക എത്രയാണ്? ഫർണിച്ചറിൻ്റെ തുക 12,000 ഓപ്പണിംഗ് ഡേറ്റിലുള്ള ഫർണിച്ചറിൻ്റെ തുക അല്ലേ. അപ്പോൾ നമുക്ക് ഫർണിച്ചർ 12,000. ഇനി എന്താ, ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ഇൻവെസ്റ്റ്മെൻ്റ് ഒരു അസറ്റാണ്. നമുക്കറിയാം ഇൻവെസ്റ്റ്മെൻറ്റ് 2012 അഥവാ ഓപ്പണിംഗ് ഡേറ്റിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ആൾറെഡി തന്നത് എത്ര നമുക്ക് നോക്കാം. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ തുക എത്ര? ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയുള്ളത്? ഇൻവെസ്റ്റ്മെൻറ്റ് 20,000. ഇൻവെസ്റ്റ്മെൻറ്റ് പർച്ചേസർ ഉണ്ട്, അതല്ല, അത് റെസിപ്റ്റ് പേയ്മെൻറ്റിലേക്കുള്ള ആ വർഷത്ത് തന്നാണ്. ആൾറെഡി അവിടെ ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എത്രേ? 20,000. അപ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് 20,000 ഇവിടെ എഴുതാം. ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് 20,000. ഇനി എന്താ ഉള്ളത്? ഒരു സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് നമുക്കറിയാം പുതിയത് വാങ്ങിയതും പറയുന്നുണ്ട്, അതുപോലെ തന്നെ ആൾറെഡി ഉള്ളതും ഉണ്ട്. പഴയതാണ് നമ്മൾ എഴുതുന്നത്, കാരണം അതാണ് ഓൾഡ് ബാലൻസ് അഥവാ 2012 ബന്ധപ്പെട്ടതാണ് സ്പോർട്സ് എക്യുപ്മെൻറ്റ്. എത്രയുള്ളത്? 40,000 അല്ലേ. സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ സ്പോർട്സ് എക്യുപ്മെൻറ്റ്സിൻ്റെ തുക എന്ന് പറഞ്ഞാൽ 40,000 ആണ്. പഴയ അവിടെ ഓൾറെഡി ഉള്ളത് സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് 40,000. സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് 40,000. അസറ്റ് എല്ലാം എഴുതി കഴിഞ്ഞു. ഇനി എന്തെങ്കിലും അസറ്റ് ഉണ്ടോ നോക്കാം. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അസറ്റുകളൊന്നും കാണുന്നില്ല. ഇനി നമുക്ക് ലയബിലിറ്റി സൈഡ് കൂടി എഴുതണം അല്ലേ. അപ്പോൾ 2012 റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ ബാധ്യതകളുണ്ട് നമുക്കറിയാം. ഒരു സാലറി ഔട്ട്സ്റ്റാൻഡിങ് എന്തായാലും ഉണ്ടാവും. നമുക്കറിയാം സാലറി ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്. എത്ര സാലറി ഔട്ട്സ്റ്റാൻഡിങ് തന്നിട്ടുള്ളത്? സാലറി ഔട്ട്സ്റ്റാൻഡിങ് 2012 പ്രകാരം ഉള്ളത് 2,500 ആണല്ലോ. അപ്പോൾ ഇത് നമുക്ക് സാലറി ഔട്ട്സ്റ്റാൻഡിങ് സാലറി ഔട്ട്സ്റ്റാൻഡിങ് 2,500. 2,500. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും ലയബിലിറ്റീസ് ഉണ്ടോ? അഥവാ 2012 റിലേറ്റഡ് ഉള്ള ഓപ്പണിംഗ് ഡേറ്റുമായി ബന്ധപ്പെട്ട ബാധ്യതകളൊന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അത് ക്ലോസ് ചെയ്യാം അല്ലേ. നമുക്കറിയാം ഇനി ഒരു അസറ്റ് സൈഡ് ലയബിലിറ്റി സൈഡ് നോക്കാം. നമുക്ക് അസറ്റ് ഒന്ന് ടോട്ടൽ ചെയ്ത് നോക്കാം. 80,000 ആണ് ടോട്ടൽ. 80,000 ടോട്ടൽ അല്ലേ. നമുക്കറിയാം ഇനി ഇവിടെ എത്ര ഈ ഒരു എമൗണ്ട് ഇവിടെ എഴുതുകയാണെങ്കിൽ നമുക്ക് എഴുതി നോക്കാം. 80,000 അല്ലേ. 80,000 രണ്ട് ഭാഗവും ടോട്ടൽ ബാലൻസ് വരണം അല്ലെ, ഈക്വലായി വരണം. അതാണ് ബാലൻസ് ഷീറ്റിൻ്റെ നിയമം. ഇത് നോക്ക്, ഇവിടെ എത്ര വ്യത്യാസമുണ്ട്. അഥവാ ഇവിടെ ആൾറെഡി ഉള്ളത് 2,500 ആണ്. ഈ ഒരു ഡിഫറൻസ് എത്രയുണ്ട്? 77,500 അഥവാ 77,500. ഇതായിരിക്കും നമുക്ക് ഡിഫറൻസ് കിട്ടുക. ഈ ഒരു ഡിഫറൻസ് കിട്ടിയ തുകയാണെന്ത്, അല്ലെങ്കിൽ ഈ ബാലൻസ് കിട്ടുന്ന തുകയാണെന്ത്? ക്യാപിറ്റൽ ഫണ്ട്. അപ്പോൾ 77,500. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തത്? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. ഈ ഒരു ക്യാപിറ്റൽ ഫണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഓപ്പണിംഗ് ഡേറ്റിൽ തന്നിരിക്കുന്ന അസറ്റും ലയബിലിറ്റീസും സാധാരണ ബാലൻസ് ഷീറ്റിനെ പോലെ അസറ്റ് സൈഡിൽ അസറ്റ് ചെയ്താൽ ലയബിലിറ്റി സൈഡിൽ ലയബിലിറ്റീസ് ചെയ്താൽ, അപ്പോൾ തമ്മിലുള്ള അസറ്റും ലയബിലിറ്റി നമ്മളൊരു വ്യത്യാസം നമുക്ക് അവസാനം കിട്ടും. ആ ഒരു വ്യത്യാസമാണ് എന്ത്? ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ക്യാപിറ്റൽ ഫണ്ട് നമ്മൾ ഇവിടെ കാണിക്കുക. ഫൈനൽ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുമ്പോൾ ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു തുക 77,500 ആണ് എഴുതേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഫൈനൽ ബാലൻസ് ഷീറ്റ് ചെയ്യാം. അത് 2013 പ്രകാരം ക്ലോസിംഗ് ഡേറ്റ് പ്രകാരമുള്ള ബാലൻസ് ഷീറ്റിലേക്ക് പോവാം. ഇനി നമ്മൾ 2013 അഥവാ ക്ലോസിംഗ് ഡേറ്റിലെ ബാലൻസ് ഷീറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് അല്ലേ. അപ്പോൾ അസറ്റ് സൈഡിൽ നമുക്ക് തുടങ്ങാം. അസറ്റ് സൈഡിൽ നമ്മൾ ആദ്യം എഴുതേണ്ടത് എന്താ? നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കിയപ്പോൾ നമ്മൾ ആദ്യം എഴുതിയിരുന്നത് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആയ ബാലൻസ് ബ്രോട്ട് ഡൗൺ അഥവാ ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിരുന്നു അല്ലേ. അപ്പോൾ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുമ്പോൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ഉണ്ടാവും, ക്യാഷ് ഇൻ ഹാൻഡ് അല്ലെങ്കിൽ ക്യാഷ് അറ്റ് ബാങ്ക്. ആ ഒരു തുകയാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ടൊരു തുക തന്നിട്ടുണ്ട്. അതാണ് ഇവിടെ ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞിട്ട് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ക്യാഷ് ഇൻ
ക്യാഷ് ഇൻ ഹാൻഡ് എത്രയാണ് ക്യാഷ് ഇൻ ഹാൻഡിൻ്റെ തുക എന്നുള്ളത് നോക്കാം. 33,220 തുക അല്ലേ. അപ്പോൾ ഇവിടെ എഴുതാം 33,220. ഇനി നമുക്ക് ഓരോ അസറ്റുകളും എഴുതാം. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു പിന്നെ സബ്സ്ക്രിപ്ഷൻ്റെ കാര്യത്തിൽ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടല്ലേ. സബ്സ്ക്രിപ്ഷൻ നമുക്കൊരു വരവാണ്, നമുക്കറിയാം. അത് കിട്ടാനുണ്ട്. അത് 2013 പ്രകാരം സബ്സ്ക്രിപ്ഷൻ ഇനിയും കിട്ടാനുണ്ട്. സോ ഒരു അക്രൂഡ് ഇൻകം ആണത്. അതുകൊണ്ട് തന്നെ അതൊരു അസറ്റായിട്ടാണ് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് 2013 സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് അസറ്റായിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ട് നമ്മളിവിടെ എഴുതും. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് അത് 2013 പ്രകാരമുള്ള സബ്സ്ക്രിപ്ഷൻ. അതാണ് 2013 എഴുതി ഔട്ട്സ്റ്റാൻഡിങ് ആണ്. എത്ര 2013 പ്രകാരം നമുക്ക് കിട്ടാനുള്ളത് 6,500 6,500. 6,500 ഇവിടെ എഴുതാം. 6,500. ഇനി നമുക്ക് ഓരോന്ന് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് എഴുതാനുള്ളത് ഒന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് എഴുതാനുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് ആൾറെഡി ഓപ്പണിംഗ് ഡേറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ആൾറെഡി ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റിനോട് കൂടി എന്ത് ചെയ്യണം, പുതുതായിട്ട് വന്നത് ആഡ് ചെയ്യണം. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എഴുതാം. ഇൻവെസ്റ്റ്മെൻറ്റ് ആദ്യം ആൾറെഡി അവിടെ ഉള്ളത് എത്ര 20,000 ആണ്. നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് അത് ഓപ്പണിംഗ് ഡേറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ ഉള്ളത് 20,000 അവിടെ ഉണ്ട് അല്ലേ. 20,000 ഉണ്ട്. ഇനി റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നമുക്ക് തന്നിട്ടുള്ളത് എത്ര, ഇൻവെസ്റ്റ്മെൻറ്റ് പർച്ചേസ്ഡ് എന്ന് പറഞ്ഞിട്ട് 25,000 തന്നിട്ടുണ്ട്. ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിലേക്ക് ആഡ് ചെയ്യണം. ആഡ് പർച്ചേസ്ഡ് 25,000 ആഡ് ചെയ്യുമ്പോൾ നമ്മൾ എത്ര കിട്ടുക 45,000 അല്ലേ. ഇൻവെസ്റ്റ്മെൻറ്റ് 45,000 45,000 നമ്മൾ ഔട്ടർ കോളത്തിലേക്ക് എഴുതി. ഇനി അടുത്ത് നോക്കുക, അടുത്ത് നമുക്ക് ഫർണിച്ചർ ഉണ്ട് അല്ലേ. ഫർണിച്ചറിൻ്റെ തുക എത്ര 12,000 ആണ് ഫർണിച്ചറിൻ്റെ തുക. 12,000 ആണ് ഫർണിച്ചറിൻ്റെ തുക. പുതുതായിട്ട് വാങ്ങിയതായിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ നമുക്ക് ഫർണിച്ചർ എന്ന് എഴുതാം. ഫർണിച്ചർ 12,000 ഇന്നർ കോളത്തിൽ എഴുതി. എന്തായിരിക്കും കാരണം? പുതുതായിട്ട് വാങ്ങാനും നമ്മൾ പുതുതായിട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആഡ് ചെയ്യണം. അതുപോലെ തന്നെ ഫർണിച്ചറിൻ്റെ ഒരു ഡിപ്രീസിയേഷൻ ഉണ്ട്, നമ്മൾ കണ്ടെത്തിയതാണ് അല്ലേ. ഫർണിച്ചറിൻ്റെ ഡിപ്രീസിയേഷൻ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അത്രയും തുക ഡിപ്രീസിയേഷൻ തുക ഈ ഫർണിച്ചറിൽ നിന്ന് ലെസ് ചെയ്യണം. സോ ലെസ് ഡിപ്രീസിയേഷൻ എത്ര 10% അപ്പോൾ അതിന് 1,200. 10% എന്ന് പറയുമ്പോൾ 1,200. അപ്പോൾ എത്ര ഉണ്ടാവും? 12,000 നിന്ന് 1,200 പോയാൽ 10,800 അല്ലേ. 10,800 ഇങ്ങനെയാണ് ഫർണിച്ചർ ചെയ്യേണ്ടത്. ഇനി അടുത്ത് ഇതുപോലെ ഒരു അസറ്റ് മറ്റെന്താ സ്പോർട്സ് എക്യുപ്മെൻറ്റ്സിനെ കുറിച്ച് നമുക്കറിയാം. അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ സ്പോർട്സ് എക്യുപ്മെൻറ്റ്സിനെ നമുക്കറിയാം ആൾറെഡി അവിടെ ഉള്ള സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് എത്രയുണ്ട്? പഴയതോടെ 40,000 ഉണ്ട്. അപ്പോൾ ആദ്യം ഇതും 40,000. ദെൻ ആഡ് പുതുതായിട്ട് വാങ്ങിയത് അവിടെ പറയുന്നുണ്ട്. അതുപോലെ 6 മാസത്തിന് മാത്രം ഉപയോഗിച്ചു, അഥവാ ആ വർഷത്തിൻ്റെ പകുതി സമയമായപ്പോൾ പുതുതായിട്ട് 30,000 രൂപൻ്റെ സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് വാങ്ങിയിട്ടുണ്ടല്ലേ. അപ്പോൾ ആദ്യം അത് നമുക്ക് ആഡ് ചെയ്യാം. ആഡ് പർച്ചേസ്ഡ് 30,000 ആഡ് ചെയ്താൽ നമുക്ക് 70,000 കിട്ടും. 70,000 കിട്ടും. പക്ഷെ അതിന് എന്ത് ലെസ് ചെയ്യണം? ഡിപ്രീസിയേഷൻ ലെസ് ചെയ്യാണ്ട്. കാരണം നമ്മൾ ഈ 40,000 ഡിപ്രീസിയേഷനും അതുപോലെ തന്നെ പുതുതായിട്ട് വാങ്ങിയിട്ടുള്ള 30,000 ഡിപ്രീസിയേഷനും രണ്ടും നേരത്തെ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടി കണ്ടെത്തിയിട്ടുണ്ട്. ടോട്ടൽ ഡിപ്രീസിയേഷൻ എത്ര ഉണ്ട്? 11,000 അഥവാ 11,000. അപ്പോൾ നമുക്കതിവിടെ ലെസ് ചെയ്യാം. ലെസ് depreciation 11,000.
70,000 11,000 ലെസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 59,000. അതാണ് സ്പോർട്സ് എക്യുപ്മെൻറ്റ്സിൻ്റെ യഥാർത്ഥ തുക. നമുക്ക് ലാബിലിറ്റി സൈഡിലോട്ട് പോകാം അല്ലേ? ലാബിലിറ്റി സൈഡിൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഔട്ട്സ്റ്റാൻഡിങ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഫണ്ട്. ആദ്യം നമുക്ക് ക്യാപിറ്റൽ ഫണ്ട് എഴുതാം. ഓക്കെ, ക്യാപിറ്റൽ ഫണ്ട്. ക്യാപിറ്റൽ ഫണ്ട് എവിടെ നിന്നാണ് കിട്ടുക? നമ്മൾ ആൾറെഡി ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് അല്ലേ? നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ഉപയോഗിച്ചിട്ട് ക്യാപിറ്റൽ ഫണ്ട് കണ്ടെത്തിയിട്ടുണ്ട്. 77,500 നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് അല്ലേ? അപ്പം കൂടെ ക്യാപിറ്റൽ ഫണ്ട് 77,500. ഇനി എന്താണ് ഈ ക്യാപിറ്റൽ ഫണ്ട് ട്രീറ്റ് ചെയ്യേണ്ട ഒരു പ്രത്യേകത? ഈ ക്യാപിറ്റൽ ഫണ്ടിൽ നമുക്ക് എന്താണ് ട്രീറ്റ് ചെയ്യാനുള്ളത്? സർപ്ലസ് ആണെങ്കിൽ ആഡ് ചെയ്യണം, ഡെഫിസിറ്റ് ആണെങ്കിൽ ലെസ് ചെയ്യണം അല്ലേ? നമുക്ക് കിട്ടിയിരിക്കുന്നത് സർപ്ലസ് ആണ്. സോ അതിൻ്റെ തുക ഇവിടെ ആഡ് ചെയ്യണം. ആഡ് സർപ്ലസ് അല്ലേ? സർപ്ലസ് എത്ര നമുക്ക് കിട്ടിയത്? 13,020 അല്ലേ? സർപ്ലസ് 13,020. ആഡ് ചെയ്ത് എത്ര നമുക്ക് കിട്ടുന്നത്? ആഡ് ചെയ്ത് നമുക്ക് കിട്ടും എത്ര? 90,520 അല്ലേ? 90,520. 90,520. 90,520 ക്യാപിറ്റൽ ഫണ്ട്. അതിലേക്ക് സർപ്ലസ് ആഡ് ചെയ്താൽ കിട്ടുന്ന തുക. അതാണ് നമ്മൾ ഔട്ടർ കോളത്തിലേക്ക് എഴുതേണ്ടത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏതെങ്കിലും തരത്തിലുള്ള ക്യാപിറ്റലൈസ്ഡ് ഐറ്റംസ് ഉണ്ടോ നോക്കുക. ഏതെങ്കിലും തരത്തിലുള്ള ക്യാപിറ്റലൈസ്ഡ് ഐറ്റം അഥവാ ക്യാപിറ്റൽ നേച്ചർ നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് വേണ്ടി മാറ്റിവെച്ച ഐറ്റംസ് ഉണ്ടാവും റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിലെ. അങ്ങനെ എന്തെങ്കിലും ക്യാപിറ്റലൈസ്ഡ് ഐറ്റംസോ അല്ലെങ്കിൽ സ്പെസിഫിക് ഐറ്റംസോ ഉണ്ടെങ്കിൽ അത് ബാലൻസ് ഷീറ്റിലാണ് വരിക നമുക്കറിയാം. ഈ ഒരു ചോദ്യപ്രകാരം എന്തുണ്ട്? ഡൊണേഷൻ ഉണ്ട്. ഡൊണേഷൻ ഫോർ സ്പെസിഫിക് പർപ്പസ് എന്ന് പറഞ്ഞിട്ട് 60,000 നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ അത് ഈ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലാണ് കാണിക്കേണ്ടത്. അപ്പോൾ ഡൊണേഷൻ ഫോർ സ്പെസിഫിക് പർപ്പസ് 60,000. ഡൊണേഷൻ ഫോർ സ്പെസിഫിക് പർപ്പസ് 60,000. അപ്പോൾ നമ്മൾ എഴുതി. ഓക്കെ, ഇനി വേറെ എന്താണ് നോക്കുക. ഇനി ഇത്തരത്തിലുള്ള വേറെ ഐറ്റംസ് ഒന്നും എന്തെങ്കിലും ഔട്ട്സ്റ്റാൻഡിങ് ലയബിലിറ്റീസ് എന്തെങ്കിലും ഉണ്ടോ നോക്കുക. ക്വസ്റ്റ്യൻ പ്രകാരമുള്ള ലയബിലിറ്റീസ് നമുക്കറിയാം. അഡ്ജസ്റ്റ്മെൻറ്റിൽ സാലറി ഔട്ട്സ്റ്റാൻഡിങ്. സാലറി എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ കൊടുക്കാനുള്ളതാണല്ലോ, ബാധ്യതയാണ്. ഇപ്പോൾ 2013 പ്രകാരം ഒരു സാലറി ഔട്ട്സ്റ്റാൻഡിങ് ഇവിടെ ഉണ്ട് ഈ ക്വസ്റ്റ്യനിൽ. അപ്പോൾ അത് എത്രയാണ് നോക്കാം. സ്റ്റാൻഡിങ് 4,000 ആണ്, 4,000 ആണ്. അപ്പോൾ അതിവിടെ ലയബിലിറ്റി ആയിട്ട് നമുക്ക് എഴുതാം. സാലറി ഔട്ട്സ്റ്റാൻഡിങ് 2013 പ്രകാരമുള്ള സാലറീസ് ഔട്ട്സ്റ്റാൻഡിങ് 4,000. ഓക്കെ, ഇനി എന്തെങ്കിലും നോക്കുമ്പോൾ നമുക്ക് ക്യാപിറ്റൽ ഫണ്ട് എഴുതി, എന്തെങ്കിലും സ്പെസിഫിക് ക്യാപിറ്റലൈസ്ഡ് ഐറ്റംസ് ഇവിടെ എഴുതി, ദെൻ ലയബിലിറ്റീസ് എഴുതി. ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. ഇനി ഒന്നുമില്ല എങ്കിൽ അഥവാ അസറ്റും ലയബിലിറ്റിയും എല്ലാം ക്ലിയർ ആയിട്ട് എഴുതിയെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ ചെയ്ത് നോക്കാം. രണ്ട് ഭാഗം ടാലി ആവുന്നുണ്ടോ നമുക്ക് നോക്കാം അല്ലേ? ഓക്കെ, നമുക്കിവിടെ ടോട്ടൽ ചെയ്യുമ്പോൾ കിട്ടുക നോക്കാം. 1,54,520. ഇനി ഇത് തന്നെയാണോ ഇവിടെയും കിട്ടും നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1,54,520 ആണ് അല്ലേ? നോക്കാം. 1,54,520. ഓക്കെ, അപ്പോൾ നമുക്ക് ബാലൻസ് ഷീറ്റ് അതിൻ്റെ ടാലി ആവുന്നുണ്ട്. ഇതിൻ്റെ ടോട്ടൽ കിട്ടുന്നത് 1,54,520. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ബാലൻസ് ഷീറ്റ് ചെയ്യേണ്ടത്. അഡ്ജസ്റ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും അതുപോലെ തന്നെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് വേണമെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റും അതുപോലെ ഫൈനൽ ബാലൻസ് ഷീറ്റും ചെയ്യേണ്ടത്. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ അടുത്ത ചാപ്റ്ററാണ് ഇനി എടുക്കുന്നത്. രണ്ടാമത്തെ ചാപ്റ്റർ അഥവാ പാർട്ട്ണർഷിപ്പ്, ബേസിക് കൺസെപ്റ്റ് ഓഫ് പാർട്ട്ണർഷിപ്പ്, എങ്ങനെ പാർട്ട്ണർഷിപ്പുമായി ബന്ധപ്പെട്ട അക്കൗണ്ട്സ് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ്. ഓക്കെ,